ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ക്രീമി ഗാർലിക് മഷ്റൂം റെസിപ്പിയാണ്. വളരെ രുചികരമായും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയാനും മറക്കല്ലേ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കിയിട്ട് വരാം കേട്ടോ. മഷ്റൂം ഒരു ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. മഷ്റൂം ഗ്രേവി ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടറും കുറച്ച് ഓയിലും ചേർത്ത് നന്നായി ചൂടാക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. അതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കുക. ഈ സമയത്തൊക്കെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക കേട്ടോ. നന്നായി ഇളക്കി കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കളറ് മാറി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുക്കുക കേട്ടോ. ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വയ്ക്കുക. ഉള്ളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി നല്ലൊരു ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ കുരുമുളക് ചേർത്ത് വഴറ്റി കൊടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ സ്പൈസി ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികം കൂടി കുരുമുളക് ഇടുക കേട്ടോ. എന്ന് വെച്ച് അധികം കുരുമുളക് ഇട്ടാൽ അതിൻ്റെ ഒരു കുത്തലുണ്ടാവും കേട്ടോ. നമ്മൾ നന്നായി വഴറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൽ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാൻ പാടില്ല. മഷ്റൂമിന് വേവാനുള്ള വെള്ളമല്ല ഇതിൽ നിന്ന് തന്നെ ഊർന്ന് വരും കേട്ടോ. ഇത് അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലകളെല്ലാം മഷ്റൂമിന് പറ്റിയതിന് ശേഷം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. നമ്മൾ അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒട്ടും തന്നെ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ അടിയിൽ പറ്റി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ അതിൽ നിന്ന് കുറച്ച് വെള്ളം ഊർന്നു വന്നിട്ടുണ്ട്. ഇനി കുറച്ച് സമയം കൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇത് കണ്ടില്ലേ, നമ്മൾ 1% പോലും ഇതിൽ വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കണ്ടില്ലേ എത്രത്തോളം വെള്ളം വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 70%-ലധികം വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് അമുൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ ഏകദേശം 1/2 പകുതിയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നമ്മൾ ആദ്യം ഉള്ളി വഴറ്റുന്ന സമയത്ത് കുറച്ച് ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇനി ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ ക്രീമിൽ വെച്ച് തന്നെ മഷ്റൂം കുറച്ചും കൂടി വേവട്ടെ കേട്ടോ. നമുക്കിനി കുറച്ച് സമയം അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ഇതിൽ ചേർക്കാനുണ്ട്. ഇനി നമുക്ക് കസ്തൂരി മേത്തി ഇട്ട് കൊടുക്കാം. കസ്തൂരി മേത്തി ഇട്ട് കൊടുത്താൽ നല്ല മണവും നല്ല രുചിയും ഉണ്ടാവും കേട്ടോ. ഇത്രയും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് ഒരു സാധനം കൂടി ചില്ലി ഫ്ലെക്സും കൂടി ഇട്ട് കൊടുത്താൽ അതിന് മേലെ വിതറി കൊടുക്കണം കേട്ടോ. ഇതും കൂടി കഴിഞ്ഞാൽ നമ്മളെ സ്പെഷ്യൽ ക്രീമി ഗാർലിക് മഷ്റൂം ഇവിടെ റെഡി ആയിട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെ ആയാലും പൂരിയുടെ കൂടെ ആയാലും ഒന്നിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ. എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.